1976 ജൂലൈ 4-ന് ലോകം അമ്പരപ്പോടെ ഒരു സൈനിക ദൗത്യത്തിൻ്റെ അവിശ്വസനീയമായ വിജയഗാഥയ്ക്ക് സാക്ഷിയായി. ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൽ എയർ ഫ്രാൻസ് വിമാനം 139-നെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ 100-ലധികം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലായിരുന്നു. പലസ്തീൻ തീവ്രവാദികളും ജർമ്മൻ റവല്യൂഷണറി സെല്ലിൻ്റെ അംഗങ്ങളും ചേർന്ന് നടത്തിയ ഈ ഹൈജാക്കിംഗ് ഇസ്രായേലിനെ ഒരു അസാധാരണ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ധീരമായ തീരുമാനവും അതിസങ്കീർണമായ ആസൂത്രണവും ലോകത്തിന് ഒരു പുതിയ പാഠമായി. 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു ശത്രു രാജ്യത്ത് പകൽ വെളിച്ചത്തിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ IDFന് കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും ധീരവും സങ്കീർണവുമായ റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ ഒന്നായി ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ചരിത്രത്തിൽ ഇടം നേടി. ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഈ ദൗത്യം ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായി മാറി. എൻഡബെയിൽ നടന്ന ആ നാടകീയ മുഹൂർത്തങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള സൈനിക നയതന്ത്ര പഠനങ്ങൾക്ക് പ്രചോദനമാണ്. ഈ അവിശ്വസനീയ ദൗത്യത്തിൻ്റെ പിന്നിലെ തന്ത്രങ്ങൾ, ആസൂത്രണം, വെല്ലുവിളികൾ, വിജയത്തിൻ്റെ രഹസ്യങ്ങൾ എന്നിവയിലേക്ക് ഒരു ആഴത്തിലുള്ള യാത്രയാണ് ഞാൻ ഒരുക്കുന്നത്. ഓപ്പറേഷൻ തണ്ടർബോൾട്ടിൻ്റെ ആവേശകരമായ കഥയിലേക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തണ്ടർബോൾട്ടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ 1970-കളിലെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യവും അന്താരാഷ്ട്ര ഭീകരവാദത്തിൻ്റെ വളർച്ചയും പരിശോധിക്കണം. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിലും 1973-ലെ യോം കിപ്പൂർ യുദ്ധത്തിലും ഇസ്രായേൽ അറബ് സഖ്യത്തിനെതിരെ വിജയം നേടിയെങ്കിലും ഫലസ്തീൻ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. ഇസ്രായേലിനെതിരെ പോരാടുന്നതിന് ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകൾ പുതിയ വഴികൾ തേടി. വിമാന റാഞ്ചലുകൾ അക്കാലത്ത് ഭീകരരുടെ ഒരു പ്രധാന തന്ത്രമായി മാറി. 1972-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേൽ അത്ലറ്റുകളെ ഫലസ്തീൻ ഭീകരർ ബന്ദികളാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം ഇസ്രായേലിന് ഒരു തീരാ കളങ്കമായിരുന്നു. ഭീകരവാദികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന ദൃഢനിശ്ചയം ഇസ്രായേൽ ഭരണകൂടം സ്വീകരിച്ചു. തട്ടിക്കൊണ്ടുപോകലുകൾക്കും ബന്ദിനാടകൾക്കും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏക വഴി സൈനിക നടപടി മാത്രമാണെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിന്നു. 1976 ജൂൺ 27-നാണ് ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് വഴിയൊരുക്കിയ നിർണായക സംഭവം നടക്കുന്നത്. ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് പാരീസിലേക്ക് പോകുകയായിരുന്ന എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ് 139 എന്ന യാത്രാ വിമാനമാണ് റാഞ്ചപ്പെട്ടത്. വിമാനം ആദ്യം ടെൽ അവീവിൽ നിന്ന് പറന്നുയർന്ന് ഗ്രീസിലെ ഏതൻസിൽ ഒരു ഇടത്താവളത്തിനായി ഇറങ്ങി. അവിടെ നിന്ന് കയറിയ 4 പേരായിരുന്നു വിമാനം റാഞ്ചിയവർ. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് എന്ന ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിലെ 2 അംഗങ്ങൾ, ജർമ്മൻ തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പായ റവല്യൂഷണറി സെൽസ് എന്ന സംഘടനയിലെ വിൽഫ്രഡ് ബോസ്, ബ്രിജിറ്റ് കൂൾമാൻ എന്നിവർ. ഏതൻസിൽ നിന്ന് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ഈ 4 പേർ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വിമാനത്തിൽ ഏകദേശം 248 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലികളോ ജൂതന്മാരോ ആയിരുന്നു. റാഞ്ചിയ വിമാനം ആദ്യം ലിബിയയിലെ ബെൻഗാസിയിൽ ഇന്ധനം നിറയ്ക്കാൻ നിർബന്ധിത ലാൻഡിംഗ് നടത്തി. അവിടെ നിന്ന് വീണ്ടും പറന്നുയർന്ന വിമാനം യാത്രക്കാരെയും ലോകത്തെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ കിഴക്കോട്ട് സഞ്ചരിച്ച് ഉഗാണ്ടയിലെ എൻഡബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. 1976 ജൂൺ 28-നായിരുന്നു എൻഡബെയിൽ ലാൻഡിംഗ്. ഉഗാണ്ടൻ പ്രസിഡന്റ് ആയിരുന്ന ഈദി അമീൻ ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം റാഞ്ചികളെ എൻഡബെയിൽ സ്വീകരിക്കുകയും റാഞ്ചലിന് ആവശ്യമായ സുരക്ഷയും സഹായങ്ങളും നൽകുകയും ചെയ്തു. എൻഡബെയിൽ വിമാനം നിലയുറച്ചതോടെ റാഞ്ചികൾ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട 40 ഫലസ്തീൻ തീവ്രവാദികളടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന 53 തീവ്രവാദികളെ ഉടൻ മോചിപ്പിക്കണം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 1976 ജൂലൈ 1-ന് ശേഷം ഓരോ മണിക്കൂറിലും ഓരോ ബന്ദിയെ വീതം കൊലപ്പെടുത്താൻ തുടങ്ങുമെന്നും അവർ അന്ത്യശാസനം നൽകി. റാഞ്ചികളുടെ ആവശ്യം ഭീകരമായിരുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മേലുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു അത്. എൻഡബെയിൽ വെച്ച് റാഞ്ചികൾ ബന്ദികളെ വേർതിരിക്കാൻ തുടങ്ങി. ഇസ്രായേലികളും ജൂതന്മാരുമായ യാത്രക്കാരെ മറ്റ് രാജ്യക്കാരല്ലാത്തവരിൽ നിന്ന് വേർതിരിച്ചു. മറ്റ് രാജ്യക്കാരും ഇസ്രായേലികളല്ലാത്ത ജൂതന്മാരുമായ ഏകദേശം 148 പേരെ റാഞ്ചികൾ വിട്ടയച്ചു. വിട്ടയച്ചവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട 106 പേർ എൻഡബെ എയർപോർട്ടിലെ പഴയ ടെർമിനലിലെ കെട്ടിടത്തിൽ ബന്ദികളായി തുടർന്നു. ഇവർ പ്രധാനമായും ഇസ്രായേലികളും ജൂതന്മാരുമായിരുന്നു. ഈ വേർതിരിവ് പലരെയും ഭീകരമായി ബാധിച്ചു. കാരണം ഇത് 2ാം ലോകമഹായുദ്ധ കാലത്തെ നാസികളുടെ തരംതിരിക്കലിനെ അനുസ്മരിപ്പിച്ചു. വിട്ടയച്ച യാത്രക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇസ്രായേലിന് എൻഡബെയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനമായും സഹായകമായത്.
ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയപരിധി ജൂലൈ 1 നിന്ന് ജൂലൈ 4 നീട്ടിയത് ഇസ്രായേലിന് ഓപ്പറേഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ നിർണായക സമയം നൽകി. ഫ്രാഞ്ചുകളുടെ ആവശ്യങ്ങൾ ഇസ്രായേലിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. തടവിലുള്ള തീവ്രവാദികളെ മോചിപ്പിക്കുന്നത് ഭീകരവാദത്തിന് വഴങ്ങിക്കൊടുക്കുന്നതിന് തുല്യമായിരുന്നു. ഇത് ഭാവിയിൽ കൂടുതൽ റാഞ്ചലുകൾക്ക് പ്രോത്സാഹനമാകും. എന്നാൽ ബന്ദികളുടെ ജീവൻ രക്ഷിക്കേണ്ടത് രാജ്യത്തിൻ്റെ പരമമായ ഉത്തരവാദിത്തമായിരുന്നു. പ്രധാനമന്ത്രി ഇഷാഖ് റാബിൻ, പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മന്ത്രിസഭ ദിവസങ്ങളോളം ചർച്ചകൾ നടത്തി. നയതന്ത്ര തരത്തിലുള്ള നീക്കങ്ങൾ ഫലിക്കാതെ വന്നതോടെ ഇസ്രായേൽ സൈനിക നടപടി എടുക്കാൻ രഹസ്യമായി തീരുമാനമെടുത്തു. ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാനുള്ള സമയപരിധി അടുത്തെത്തിയതോടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ദൗത്യങ്ങളിലൊന്ന് ആരംഭിക്കാൻ തീരുമാനമായി. വിദേശ രാജ്യത്തിൻ്റെ പരമാധികാരം ലംഘിച്ചുകൊണ്ട് 4000 കിലോമീറ്ററിലധികം ദൂരെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കമാൻഡോകളെ അയക്കുന്നത് അതീവ അപകടകരമായിരുന്നു. വിമാന റാഞ്ചലിൻ്റെ ഈ പശ്ചാത്തലമാണ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ കമാൻഡോകളെ എൻഡബയിലേക്ക് നടത്തിയ സാഹസികമായ രക്ഷാദൗത്യമായ ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് വഴി തുറന്നത്. 1976 ജൂൺ 27 എയർ ഫ്രാൻസ് വിമാനം റാഞ്ചപ്പെട്ടതോടെ ഇസ്രായേലിന് മുന്നിൽ ഒരു അഗ്നിപരീക്ഷയായിരുന്നു. 4000 കിലോമീറ്ററിലധികം അകലെയുള്ള ഒരു ശത്രുരാജ്യത്ത് 100-ലധികം ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കിയിരിക്കുന്നു. നയതന്ത്രം പരാജയപ്പെട്ടു. ജൂലൈ 4 മുമ്പ് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബന്ദികളെ കൊല്ലുമെന്ന ഭീഷണിയുമായി ഫ്രാഞ്ചുകൾ. പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസിന്റെ നേതൃത്വത്തിൽ സൈനിക ഓപ്പറേഷന് രഹസ്യമായ അനുമതി നൽകപ്പെട്ടു. ഈ ദൗത്യം അക്ഷരാർത്ഥത്തിൽ അസാധ്യമായിരുന്നു. ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി ആമീൻ റാഞ്ചുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. എൻഡബെ എയർപോർട്ടിൽ ഉഗാണ്ടൻ സൈന്യം കാവലുണ്ട്. കൃത്യമായ ഇൻ്റലിജൻസും വേഗതയും രഹസ്യ സ്വഭാവവും മാത്രമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് ഇസ്രായേലിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേക സേനയായ സൈറക് മത്കലിനെ. ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ യോനി നെതന്യാഹു, അതായത് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരനായിരുന്നു കമാൻഡർ. 1976 ജൂലൈ 3 ഉച്ചയ്ക്ക് ലോകമറിയാതെ 4 ഇസ്രായേലി C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നു. യോനിയുടെ നേതൃത്വത്തിലുള്ള 100ഓളം കമാൻഡോകൾ മെഴ്സിഡൻസ് ബെൻസ് കാറുകളടക്കമുള്ള ഉപകരണങ്ങളുമായി വിമാനങ്ങളിലുണ്ടായിരുന്നു. വിമാനങ്ങൾ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയും ശത്രു രാജ്യങ്ങളുടെ റഡാറുകളും ഒഴിവാക്കി. ചെങ്കടലിലും ആഫ്രിക്കൻ മരുഭൂമിക്കും മുകളിലൂടെ ഭൂരിഭാഗം സമയം വെറും 100 അടി ഉയരത്തിൽ താഴ്ന്നു പറന്നു. റഡാറുകൾക്ക് പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. 4 വിമാനങ്ങളും ഒരുമിച്ച് പറന്നു. ഇടയ്ക്ക് ഈ വ്യോമപാത തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ പോലും റേഡിയോ സന്ദേശങ്ങൾ അയച്ചില്ല. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു നിഷ്പക്ഷ സൗഹൃദ രാജ്യത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള രഹസ്യ സംവിധാനവും ഏർപ്പാടാക്കിയിരുന്നു. ത്രില്ലടിപ്പിക്കുന്ന ഈ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തിയത് രാത്രി വൈകിയാണ്. കിഴക്കൻ ആഫ്രിക്കൻ സമയം രാത്രി 11 മണിയോടെ എൻഡബെ എയർപോർട്ടിൻ്റെ ഇരുട്ടിലേക്ക് ഇസ്രായേലി വിമാനങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ലാൻഡ് ചെയ്തു. ആദ്യ വിമാനം നിലം തൊട്ടത് ഒരു നിഴൽ പോലെയായിരുന്നു. അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഒരു കറുത്ത മെഴ്സിഡൻസ് ബെൻസ് കാറും അതിനെ അനുഗമിക്കുന്ന ലാൻഡ് റോവറുകളുമായിരുന്നു. ഇതായിരുന്നു ദൗത്യത്തിലെ ഏറ്റവും വലിയ കൗശലം. ഈദി ആമീൻ്റെ ഔദ്യോഗിക വാഹനവ്യൂഹത്തെ അനുകരിക്കുക. കമാൻഡോകൾ ഉഗാണ്ടൻ സൈനികരുടെ വേഷം ധരിച്ചു. ഉഗാണ്ടൻ പട്ടാളക്കാർക്ക് തങ്ങളുടെ പ്രസിഡന്റ് ഏത് സമയത്തും വിമാനത്താവളത്തിൽ എത്താറുണ്ടായിരുന്നതിനാൽ ഈ വാഹനവ്യൂഹം കണ്ട് അവർക്ക് സംശയം തോന്നിയില്ല. മെഴ്സിഡൻസ് അതിവേഗം ഓൾഡ് ടെർമിനൽ കെട്ടിടത്തിലേക്ക് പാഞ്ഞു. ഈ വാഹനവ്യൂഹത്തിന് പിന്നിലായി കമാൻഡോകളുമായി ട്രാൻസ്പോർട്ട് വിമാനങ്ങളും വന്നു. ഓൾഡ് ടെർമിനലിൻ്റെ പ്രവേശന കവാടത്തിനടുത്ത് കാവൽ നിന്നിരുന്ന ഉഗാണ്ടൻ പട്ടാളക്കാർക്ക് സംശയം തോന്നിയതാണ് ദൗത്യത്തിലെ ആദ്യ വെടിവെപ്പിന് കാരണമായത്. യഥാർത്ഥത്തിൽ ആമീൻ തൻ്റെ വരവിനെക്കുറിച്ച് സൂചന നൽകാറുണ്ടായിരുന്നു. കമാൻഡോകൾ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങുക, താഴെ കിടക്കുക എന്ന് ഹീബ്രു ഇംഗ്ലീഷ് ഭാഷകളിൽ അലറി വിളിച്ചുകൊണ്ട് ടെർമിനലിലേക്ക് ഇരച്ചുകയറി. ടെർമിനലിനുള്ളിൽ ബന്ദികളെ പാർപ്പിച്ചിരുന്ന ഹാളിലേക്ക് കമാൻഡോകൾ പാഞ്ഞു. ഫ്രാഞ്ചുകളെ തിരിഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. ഹാളിലുണ്ടായിരുന്ന 2 ജർമ്മൻ റാഞ്ചുകളടക്കം എല്ലാവരും ഞൊടിയിടയിൽ കൊല്ലപ്പെട്ടു. കമാൻഡോകളുടെ കൃത്യതയും വേഗതയും അവിശ്വസനീയമായിരുന്നു. പ്രധാന രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ യോനാഥൻ നെതന്യാഹു ടെർമിനലിന് പുറത്തു വെച്ച് ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് വീണു. ദൗത്യത്തിൽ ഇസ്രായേലിന് നഷ്ടപ്പെട്ട ഏക സൈനികരായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീഴ്ച കമാൻഡോകളെ തളർത്തിയില്ല. പകരം കൂടുതൽ വേഗത്തിൽ ദൗത്യം പൂർത്തിയാക്കാൻ അവർക്ക് പ്രചോദനമായി. വെടിയൊച്ച കേട്ട് ബന്ദികൾ ഭയന്നു വിറച്ചു. കമാൻഡോകൾ വേഗത്തിൽ അവരെ സുരക്ഷിതരാക്കി. ഉഗാണ്ടൻ സൈന്യം തിരിച്ച് ആക്രമിക്കുന്നതിന് മുമ്പ് എയർ ഫ്രാൻസ് വിമാനത്തിൽ കയറ്റി. ടെർമിനലിനു ചുറ്റും കനത്ത വെടിവെപ്പുണ്ടായി. 100 കണക്കിന് ഉഗാണ്ടൻ സൈനികർ തിരിച്ചടിച്ചു. എന്നാൽ ഇസ്രായേലി കമാൻഡോകൾക്ക് ആകെ വേണ്ടിയിരുന്നത് 30 മിനിറ്റ് മാത്രമായിരുന്നു. ബന്ദികളെ ഹെർക്കുലീസ് വിമാനങ്ങളിൽ കയറ്റുന്നതിനിടയിൽ
എൻഡബയിലെ റൺവേയുടെ അങ്ങേയറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഉഗാണ്ടൻ വ്യോമസേനയുടെ മിഗ് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് ഭീഷണിയായി. ഏതെങ്കിലും യുദ്ധവിമാനം പറന്നുയർന്നാൽ രക്ഷാദൗത്യം പൂർണ്ണമായും പരാജയമാകും. രക്ഷാദൗത്യത്തിൻ്റെ മറ്റൊരു വിഭാഗം കമാൻഡോകൾ ഉടനടി യുഗാണ്ടയുടെ മിഗ് വിമാനങ്ങളുള്ള ഭാഗത്തേക്ക് നീങ്ങി. ഒരു മിഗ് വിമാനം പോലും പറന്നുയരാൻ കഴിയാത്ത വിധം അവയെ ബോംബുകൾ വെച്ച് നശിപ്പിച്ചു. 11 ഉഗാണ്ടൻ മിഗ് വിമാനങ്ങൾ തകർക്കപ്പെട്ടു. വെറും 90 മിനിറ്റിനുള്ളിൽ എല്ലാ റാഞ്ചുകളെയും 3 ഉഗാണ്ടൻ സൈനികരെയും 3 ബന്ദികളെയും വധിച്ച ശേഷം ബാക്കിയുണ്ടായിരുന്ന 102 ബന്ദികളെയും സുരക്ഷിതമായി വഹിച്ചുകൊണ്ട് ഹെർക്കുലീസ് വിമാനങ്ങൾ ഉഗാണ്ടയുടെ ആകാശം ഭേദിച്ച് പറന്നുയർന്നു. യോനാഥൻ നെതന്യാഹുവിൻ്റെ മൃതദേഹവും അവർക്കൊപ്പം ഇസ്രായേലിലേക്ക് തിരിച്ചു. 4 വിമാനങ്ങളും കെനിയയിലിറങ്ങി ഇന്ധനം നിറച്ച ശേഷം പുലർച്ചെ ഇസ്രായേലിലേക്ക് മടങ്ങി. ബന്ദികളെ സുരക്ഷിതമായി തിരികെ രാജ്യത്തെത്തിച്ചപ്പോൾ ഇസ്രായേൽ ജനത ആഹ്ലാദ തിമിർപ്പിലായി. വെറും 90 മിനിറ്റ് കൊണ്ട് 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു ശത്രു രാജ്യത്ത് ലോകത്തെ ഏറ്റവും ശക്തമായ കമാൻഡോ ദൗത്യങ്ങളിലൊന്ന് ഇസ്രായേൽ വിജയകരമായി പൂർത്തിയാക്കി. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിൽ രാജ്യങ്ങൾക്കുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. ഇസ്രായേലിൻ്റെ ഈ മിന്നൽ ആക്രമണം ലോകമെമ്പാടുമുള്ള സൈനിക സ്കൂളുകളിൽ കൗണ്ടർ ടെററിസം പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേൽ ചരിത്രത്തിലെ മാത്രമല്ല, ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന ഏടാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. 1976 ഉഗാണ്ടയിലെ എൻഡബയിൽ നടത്തിയ ഈ മിന്നൽ ആക്രമണം സൈനിക തന്ത്രങ്ങളുടെയും മനുഷ്യ സാഹസികതയുടെയും ഉത്തമ ഉദാഹരണമായി ഇന്നും നിലകൊള്ളുന്നു. ഈ ദൗത്യം ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്. ഭീകരവാദത്തിന് മുന്നിൽ ഒരു രാഷ്ട്രവും മുട്ടുമടക്കില്ല. 4000 കിലോമീറ്ററിലധികം ദൂരം താണ്ടി അതീവ രഹസ്യമായി ഒരു വിദേശ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് നടത്തിയ ഈ ആക്രമണം ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യത്തെയും അതിൻ്റെ പൗരന്മാരുടെ ജീവന് അത് നൽകുന്ന പ്രാധാന്യത്തെയും അടിവരയിടുന്നു. സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് റിസ്ക്കും എടുക്കാൻ ഒരു ഭരണകൂടം തയ്യാറാകണമെന്ന നയമാണ് ഇതിലൂടെ ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ടത്. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ഭീകരവാദത്തിനെതിരായ പോരാട്ടങ്ങളിൽ രാജ്യങ്ങൾക്ക് പ്രചോദനമാകും. പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കാമെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ സൈനിക നടപടിക്ക് സാധിക്കുമെന്നും ഈ ദൗത്യം തെളിയിച്ചു. ഇത് കേവലം ഒരു വിജയം മാത്രമല്ല, ദേശീയ അഭിമാനത്തിൻ്റെയും ധാർമ്മികമായ നിലപാടിൻ്റെയും പ്രഖ്യാപനം കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.